പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ പ്രോബ്ലം, ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ഹാവിംഗ് ദ PDF എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1/2. ഇവിടെ എക്സിൻ്റെ റേഞ്ച് -1 നിന്ന് 1 വരെയാണ്. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും വേരിയൻസ് ഓഫ് എക്സും കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇത് കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണല്ലേ. എക്സ് എന്ന് പറയുന്നത് ഒരു ഇൻ്റർവെല്ലാണ് ഡിഫൈൻ ചെയ്തേക്കുന്നത്, -1 to 1. അപ്പോൾ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കുമ്പം ഇതൊരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് തന്നെ ഇൻ്റഗ്രേറ്റ് ചെയ്യാണ് ചെയ്യേണ്ടത്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ -∞ to ∞ x ഇൻറ്റു എഫ് ഓഫ് എക്സ് dx. ജനറലി എക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് -∞ to ∞ ആണ്. ഇവിടെ എന്താണ് -1 മുതൽ 1. അപ്പോൾ ഇൻ്റഗ്രൽ -1 to 1 x ഇൻറ്റു എഫ് ഓഫ് എക്സ്. എഫ് ഓഫ് എക്സ് എന്താണ് x + 1/2. അപ്പോൾ നമ്മൾ എക്സിന് ഉള്ളോട്ടെടുത്തു. അപ്പോൾ x² + x/2 എന്ന് വരും. 1/2 ഔട്ട് സൈഡ് എടുക്കുക, ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ട് ഫൈനൽ വാല്യൂ 1/3 കിട്ടും. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 1/3 കിട്ടി. ഇനി വേരിയൻസ് ഓഫ് എക്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. വേരിയൻസ് ഓഫ് എക്സിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സിൻ്റെ ഇതിൽ വേരിയൻസ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x² - എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x² കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റേഷൻ ഓഫ് x² എങ്ങനെ കണ്ടുപിടിക്കുക? -∞ to ∞ x² ഇൻറ്റു എഫ് ഓഫ് എക്സ് dx. -1 to 1 x² ഇൻറ്റു എഫ് ഓഫ് എക്സ് dx ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് x² 1/3 കിട്ടും. സോ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് x² - എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഹോൾ സ്ക്വയർ. എക്സ്പെക്റ്റേഷൻ ഓഫ് x² 1/3 കിട്ടി, മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സും 1/3 കിട്ടി. ചെയ്യുമ്പോൾ നമുക്ക് 2/9 കിട്ടും. വേരിയൻസ് ഓഫ് എക്സ് 2/9 കിട്ടും. അടുത്തത് എക്സാമ്പിൾ 2. എ കോയിൻ ഈസ് ടോസ്ഡ് അണ്ടിൽ എ ഹെഡ് അപ്പിയേഴ്സ്. ഒരു കോയിൻ ടോസ് ചെയ്തു, ഹെഡ് അപ്പിയർ ചെയ്യുന്നവരെ ഒരു കോയിൻ ടോസ് ചെയ്തു. വാട്ട് ഈസ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ നമ്പർ ഓഫ് ടോസസ് റിക്വയർഡ്? അപ്പം അതിൻ്റെ എക്സ്പെക്റ്റേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ നമ്മൾ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എടുക്കുന്നു. എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ടോസസ് റിക്വയർഡ് ടു ഗെറ്റ് ദ ഫസ്റ്റ് ഹെഡ്. ഫസ്റ്റ് ഹെഡ് കിട്ടുന്ന എത്ര ടോസസ് കൊണ്ടാണ് ഫസ്റ്റ് ഹെഡ് കിട്ടുന്നത്, അതാണ് എക്സ് ഡിനോട്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഫസ്റ്റ് തന്നെ ഹെഡ് കിട്ടാം അല്ലേ. അങ്ങനെയാണെങ്കിൽ എക്സിൻ്റെ വാല്യൂ 1 വിത്ത് പ്രോബിലിറ്റി എന്താണ്? ഫസ്റ്റ് തന്നെ ആദ്യം ഒരു ഹെഡ് കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/2. പിന്നെ അതുപോലെ കോയിൻ ടോസ് ചെയ്യുമ്പം ആദ്യം ടി കിട്ടാം, പിന്നെ ഹെഡ് കിട്ടാം അല്ലേ. ആദ്യം ടി കിട്ടുന്നു, പിന്നെ ഹെഡ് കിട്ടാം. ആദ്യം തന്നെ ഹെഡ് കിട്ടാം, രണ്ടാമത് ഹെഡ് കിട്ടാം, മൂന്നാമത് ഹെഡ് കിട്ടാം, അങ്ങനെയൊക്കെ പോകാം. അപ്പോൾ രണ്ടാമതാണ് കിട്ടുന്നതെങ്കിൽ എക്സിൻ്റെ വാല്യൂ 2, പ്രോബിലിറ്റി എന്താണ്? ആദ്യം ടെയിൽ കിട്ടാനുള്ള 1/2 ഇൻറ്റു ഹെഡ് കിട്ടാൻ 1/2 ഹോൾ സ്ക്വയർ വരും. പിന്നെ മൂന്നാമത്തെ ടോസിലാണ് ഹെഡ് കിട്ടുന്നതെങ്കിൽ TTH, ആദ്യം 2 ടെയിൽ പിന്നെ ഹെഡ്. അപ്പം ഹെഡ് എക്സ് എന്ന് പറയുന്നത് 3 വിത്ത് പ്രോബിലിറ്റി 1/2 ഹോൾ ക്യൂബ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണ്? ഇതൊരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആയതുകൊണ്ട് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് സമ്മേഷൻ x from 1 to ∞ x ഇൻറ്റു പി ഓഫ് എക്സ്. അപ്പം എക്സ് 1 ആണെങ്കിൽ വിത്ത് പ്രോബിലിറ്റി എന്താണ്? 1/2 x 1 ഇൻറ്റു 1/2 പ്ലസ് എക്സിൻ്റെ വാല്യൂ 2 ആണെങ്കിൽ പ്രോബിലിറ്റി 1/2 ഹോൾ സ്ക്വയർ, 2 ഇൻറ്റു 1/2 ഹോൾ സ്ക്വയർ. 3 ആണെങ്കിൽ 3 ഇൻറ്റു 1/2 ഹോൾ ക്യൂബ്. ഇതിനൊക്കെ ഒരു 1/2 ഔട്ട് സൈഡ് എടുക്കാൻ പറ്റും. അപ്പം ഈ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ഒരു ജോമെട്രിക് സീരീസ് വിത്ത് ഡിഫറൻസ് എന്താണ്? R എന്ന് പറയുന്നത് 1/2 ആണ്. 1/2 ഇൻറ്റു 1 - 1/2 ഹോൾ പവർ -2. എൻ്റെ വാല്യൂ 2 കിട്ടും. അടുത്തത് എക്സാമ്പിൾ 3. ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ നമ്പർ ഓൺ എ ഡൈ വെൻ ത്രോൺ. എ പാർട്ട് നോക്കാം. ഫൈൻഡ് ദ എക്സ്പെക്റ്റേഷൻ ഓഫ് ദ നമ്പർ ഓൺ എ ഡൈ വെൻ ത്രോൺ. ഇപ്പോൾ ഒരു ഡൈ ത്രോ ചെയ്യുമ്പം അതിലേതൊക്കെ നമ്പേഴ്സ് വരാം? 1 വരാം, 2 വരാം, അപ് ടു 6 വരെ വരാം. വിത്ത് പ്രോബിലിറ്റി എന്താണ്? 1 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഔട്ട് ഓഫ് 6ൽ 1/6. 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6. അപ്പോൾ അതിൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണ്? എക്സിൻ്റെ വാല്യൂസ് 1, 2, 3, 5, 6. എക്സ് 1 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6, 2 കിട്ടാനുള്ള പ്രോബിലിറ്റി 1/6, അങ്ങനെ 6 കിട്ടാനുള്ള പ്രോബിലിറ്റി എന്താണ്? 1/6. Let x be the random variable representing the number on a die when thrown. Then x can take one of the values 1, 2, 3 up to 6, each with probability 1/6. Hence, expectation of x equal to 1/6 into 1 plus 1/6 into 2 plus 1/6 into 3 plus etc. plus 1/6 into 6. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുമ്പം എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 7/2 കിട്ടും. അടുത്ത ബി പാർട്ട് എന്താണ്? 2 unbiased dice are thrown. Find the expected values of the sum of numbers of points on them. 2 ഡൈസ് ത്രോ ചെയ്തു. അപ്പോൾ 2 ഡൈസ് ത്രോ ചെയ്യുമ്പം ഒരു ഡൈസിലൊരു നമ്പർ വരും,
രണ്ടാമത്തെ ഡേയ്സിൽ വേറൊരു നമ്പർ ആയിരിക്കും, ചിലപ്പോൾ സെയിം നമ്പർ ആയിരിക്കും. അപ്പം എന്താണ് നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ദ എക്സ്പെക്റ്റഡ് വാല്യൂസ് ഓഫ് ദ സം ഓഫ് നമ്പേഴ്സ് ഓഫ് പോയിൻറ്റ്സ് ഓൺ ദം. അപ്പോൾ നമുക്ക് കിട്ടുന്ന 2 ഡൈയിലെ നമ്പേഴ്സിൻ്റെ സമ്മ്, ആ സമ്മുകൾ ഏതൊക്കെ വരാം? അതാണ് എക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ സമ്മുകളെയാണ് എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ആ സമ്മുകൾ ഏതൊക്കെ വരാം? ഇപ്പം 1ഉം 2 ഇതിലും 1 ആണ് വരുന്നതെങ്കിൽ ഇപ്പം ഫസ്റ്റത്തെ ഡൈയിൽ 1 വരുന്നു, സെക്കൻഡിൽ 1 വരാം, 2 വരാം, 3 വരാം, 4 വരാം, 5 വരാം, 6 വരാം, ഏത് വേണേൽ വരാം. ഇപ്പം 1ഉം 1ഉം ആണ് വരുന്നതെങ്കിൽ സം എന്ത് വരും? 2 വരും അല്ലേ. ഇപ്പം ഒരു ഡൈയിൽ 1ഉം മറ്റേ ഡൈയിൽ 2 ആണ് വരുന്നതെങ്കിൽ എന്ത് വരും? സമ്മ് 3 വരും. അങ്ങനെ സമ്മ് ഏത് മുതൽ വരാം? 2 വരാം, 1 വരുമോ? കാരണം 2 ഡൈ ഉണ്ട് അല്ലേ. ഒരു ഡൈയിൽ മിനിമം വരുന്ന വാല്യൂ 1 ആണ്, അടുത്ത ഡൈയിൽ മിനിമം വരുന്ന വാല്യൂ 1 ആണ്. 1 + 1 2. പിന്നെ മാക്സിമം വരുന്ന വാല്യൂ എത്രയാണ്? 6 ആണ് അല്ലേ. 2 ഡൈയിലും മാക്സിമം വരുന്ന വാല്യൂ 6 ആണ്. അപ്പോൾ 6 + x 12. അപ്പോൾ x = 2 മുതൽ x = 12 വരെയുള്ള വാല്യൂസ് എടുക്കാം. വരാൻ ആ സമ്മ് x = 2 മുതൽ x = 12 വരെ ആകാം. ഇത് പ്രോബബിലിറ്റി എന്താണ്? 1/36 ആണ്. അപ്പോൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എങ്ങനെ കണ്ടുപിടിക്കാം? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് = സമ്മേഷൻ i ഫ്രം xi × pi. ഓരോ എക്സ് വാല്യൂസും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യാം. നമുക്ക് ഫൈനലി 7 കിട്ടും. അടുത്ത എക്സാമ്പിൾ 4. എ റാൻഡം വേരിയബിൾ എക്സ് ഹാസ് മീൻ 10 ആൻഡ് വേരിയൻസ് 25. Find for what values of a and b does the variable y = ax + b has expectation 0 and variance unity. അപ്പോൾ തന്നത് എന്താണ്? എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഉണ്ട്, അതിൻ്റെ മീൻ 10 ആണ്. മീൻ 10 എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 10 ആണ്, വേരിയൻസ് 25 ആണ്. വേരിയൻസ് ഓഫ് എക്സ് = 25. അങ്ങനെയാണെങ്കിൽ y എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ എന്താണ്? y = ax + b. അങ്ങനെയാണെങ്കിൽ വൈൻ്റെ മീൻ 0യും വേരിയൻസ് യൂണിറ്റി ആണെങ്കിൽ എയുടെയും ബിയുടെയും വാല്യൂ എന്താണെന്നാണ് ചോദിച്ചത്. അപ്പോൾ ഗിവൺ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് = 10, വേരിയൻസ് ഓഫ് എക്സ് = 25. ഇഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് y is to be 0 ആൻഡ് വേരിയൻസ് ഓഫ് y is to be unity, ദെൻ എക്സ്പെക്റ്റേഷൻ ഓഫ് y എന്താണ്? y എന്ന് പറഞ്ഞാൽ എന്താണ്? ax + b. എക്സ്പെക്റ്റേഷൻ ഓഫ് ax + b എന്നുവെച്ചാൽ a × എക്സ്പെക്റ്റേഷൻ ഓഫ് x + b. അതെന്താണ്? 0 ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് y 0. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുക്കാം. വേരിയൻസ് ഓഫ് y എന്താണ്? വേരിയൻസ് ഓഫ് ax + b. വേരിയൻസ് ഓഫ് ax + ബിൻ്റെ ഇക്വേഷൻ എന്താണ്? എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് ഏതാണോ അതിന് സ്ക്വയർ എടുക്കുക. എക്സിൻ്റെ കോഎഫിഷ്യൻ്റ് അവിടെ ഏതാണ്? a ആണ്. a² × വേരിയൻസ് ഓഫ് എക്സ്. ബി ഒരു കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് കോൺസ്റ്റൻ്റ് വേരിയൻസ് എപ്പോഴും 0 ആണ്. സോ a² × വേരിയൻസ് ഓഫ് എക്സ് അതെന്താണ്? യൂണിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്, എന്ന് വെച്ചാൽ 1. ഇക്വേഷൻ നമ്പർ 1 നമ്മൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്താണെന്നറിയാം? 10 ആണെന്നറിയാം. അത് കൊടുക്കുമ്പം a × 10 + b = 0 എന്ന് വരും. അതുപോലെ ഇക്വേഷൻ നമ്പർ 2 എൻ്റെ വാല്യൂ എന്താ? വേരിയൻസ് ഓഫ് എക്സ് 25 ആണെന്ന് അറിയാം. അത് കൊടുക്കുമ്പോൾ a² × 25 = 1 വരും. എന്നുവെച്ചാൽ a എന്ന് പറയുന്നത് എന്താണ്? ± 1/5 വരും. a + 1/5 ആകുമ്പം ബീൻ്റെ വാല്യൂ -2, a - 1/5 ആകുമ്പം ബീൻ്റെ വാല്യൂ 2 കിട്ടും. അപ്പോൾ ഇതാണ് ആ സൊല്യൂഷൻസ്. അടുത്തത് ഷോ ദാറ്റ് the expected number of failures preceding the first success in a series of Bernoullian trials with a constant probability p of success is 1 - p/p. അപ്പം നമ്മളൊരു കോയിൻ ടോസ് ചെയ്യുന്ന എക്സ്പെരിമെൻറ്റോ അങ്ങനെ ഏതെങ്കിലും ഒരു സക്സസും ഫെയിലിയറും കിട്ടുന്ന ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ നമ്മളുടെ എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിൾ ഡിനോട്ട് ചെയ്യുന്നത് നമ്പർ ഓഫ് ഫെയിലിയർ പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ് കിട്ടുന്നതിന് മുന്നേ ഉള്ള ഫെയിലിയറുകളുടെ എണ്ണം അതാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ പി എന്ന് പറയുന്നതാണ് പ്രോബിലിറ്റി ഓഫ് സക്സസ്. അപ്പോൾ ഈ സക്സസ് കിട്ടുന്നതിന് മുന്നേ ഉള്ള ഫെയിലിയേഴ്സിൻ്റെ എണ്ണം അത് വെച്ചാൽ അത് നമ്മൾ എക്സ് ഡിനോട്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ലെറ്റ് ക്യൂ ഡിനോട്ട് ദ പി എന്ന് പറയുന്ന പ്രോബിലിറ്റി ഓഫ് സക്സസ് ആണ്. അങ്ങനെ ക്യൂ ആണെങ്കിൽ ക്യൂ എന്തായിരിക്കും? പ്രോബിലിറ്റി ഓഫ് ഫെയിലിയർ ആണ്, എന്ന് വെച്ചാൽ 1 - p. ലെറ്റ് എക്സ് ഡിനോട്ട് ദ നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. അപ്പം എക്സ് എന്ന് പറയുന്ന നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ സക്സസ് ആണെങ്കിൽ ഇപ്പം ആദ്യത്തെ കേസിൽ തന്നെ നമുക്ക് ആദ്യത്തെ ഇതിൽ തന്നെ സക്സസ് കിട്ടി. അപ്പം നമ്പർ ഓഫ് ഫെയിലിയർ എന്താണ്? 0 ആണ്. ഇനി രണ്ടാമത്തെ നോക്കുകയാണെങ്കിൽ ആദ്യത്തെ കേസിൽ ഫെയിലിയറും പിന്നെ നമുക്ക് സക്സസും കിട്ടി. അപ്പം നമ്പർ ഓഫ് ഫെയിലിയർ എന്ന് പറഞ്ഞാൽ എന്താ? 1. പിന്നെ എന്താണ്? ആദ്യ 2 ഫെയിലിയറും പിന്നെ സക്സസും കിട്ടി. അപ്പോൾ അവിടുത്തെ
ഫെയിലിയർ നമ്പർ ഓഫ് ഫെയിലിയർസ് എന്താണ് 2. അപ്പോൾ എക്സിന് എടുക്കാവുന്ന വാല്യൂ എന്താണ് 0 1 2 3 അങ്ങനെ വരും. റെസ്പെക്റ്റീവ് പ്രോബിലിറ്റീസ് എന്താണ്? എക്സ് 0 എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് ഫെയിലിയേഴ്സ് പ്രിസീഡിങ് ദ ഫസ്റ്റ് സക്സസ്. എക്സ് ഈക്വൽ ടു 0 എന്ന് പിന്നെ എക്സിൻ്റെ വാല്യൂ 0 എന്ന് പറഞ്ഞാൽ അവിടെ ഫെയിലിയേഴ്സ് ഇല്ല എന്ന് വെച്ചാൽ സക്സസ് മാത്രം. അപ്പം എന്താണ് പ്രോബിലിറ്റി പി വരും. പിന്നെ ഇതുപോലെ എന്താണ് എക്സിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ എന്താണ് ഒരു സക്സസ് ഉണ്ട്, ഒരു ഫെയിലിയർ ഉണ്ട്. ഒരു സക്സസ്സിന് മുന്നേ ഒരു ഫെയിലിയർ ഉണ്ട് എന്ന് വെച്ചാൽ ക്യൂ ഇൻറ്റു പി. എക്സ് ഈക്വൽ ടു 2 എന്ന് പറഞ്ഞാൽ 2 ഫെയിലിയേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ഒരു ഫസ്റ്റ് കേസിൽ ഫെയിലിയർ ആണ്, രണ്ടാമത്തെ കേസിൽ ഫെയിലിയർ ആണ്, മൂന്നാമത്തെ കേസിൽ സക്സസ് ആണ് എന്ന് വെച്ചാൽ ക്യൂ ഇൻറ്റു പി, ക്യൂ സ്ക്വയർ ഇൻറ്റു പി. പിന്നെ എക്സ് ഈക്വൽ ടു 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 ഫെയിലിയേഴ്സ് ഉണ്ട്. ഫസ്റ്റ് സക്സസിന് മുന്നേ 3 ഫെയിലിയേഴ്സ് ഉണ്ട് എന്ന് വെച്ചാൽ ആദ്യത്തെ കേസിൽ ഫെയിലിയർ, പിന്നെ ഫെയിലിയർ, പിന്നെ ഫെയിലിയർ വെച്ചാൽ ക്യൂ ഇൻറ്റു പി, ക്യൂ ക്യൂബ് ഇൻറ്റു പി. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താ? എക്സിൻ്റെ വാല്യൂസ് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി 0 ഇൻറ്റു പി പ്ലസ് 1 ഇൻറ്റു ക്യൂ പി പ്ലസ് 2 ഇൻറ്റു ക്യൂ സ്ക്വയർ പി അങ്ങനെ വരും. ഇതിൻ്റെ അന്നൊരു ക്യൂ പീനെ നമുക്ക് ഔട്ട് സൈഡ് എടുക്കാം. ഫസ്റ്റ് 0 വന്നപ്പം പോയി, പിന്നെ എല്ലാത്തിനും ക്യൂ പീനെ ഔട്ട് സൈഡ് എടുക്കുമ്പം എന്ത് വരും? 1 പ്ലസ് 2 ക്യൂ പ്ലസ് 3 ക്യൂ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. ഇതൊരു സീരീസാണ്. അതിൻ്റെ എന്താണ് ഈ സീരീസിൻ്റെ എന്താണ് ഷോർട്ട് ഫോം എന്ന് പറയുന്നത് 1 മൈനസ് ക്യൂ ഓൾ പവർ -2ൻ്റെ എക്സ്പാൻഷനാണ് ആ മോളിൽ കൊടുക്കുന്ന 1 പ്ലസ് 2 ക്യൂ പ്ലസ് 3 ക്യൂ സ്ക്വയർ എക്സെട്ര എന്നുള്ളത്. അപ്പം പി ക്യൂ ഇൻറ്റു 1 മൈനസ് ക്യൂ ഓൾ പവർ -2 എന്ന് വെച്ചാൽ പി ക്യൂ ബൈ 1 മൈനസ് ക്യൂ ഓൾ സ്ക്വയർ. 1 മൈനസ് ക്യൂ എന്ന് പറഞ്ഞാൽ എന്താ? പി തന്നെ. പി ക്യൂ ബൈ പി സ്ക്വയർ. പി ക്യാൻസൽ ചെയ്യുമ്പോൾ ക്യൂ ബൈ പി വരും. ക്യൂ എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ബൈ പി. അതാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. നമ്മളോട് ഷോ ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. Three urns contain respectively 3 green and 2 white balls, 5 green and 6 white balls, and 2 green and 4 white balls. 3 urns ഉണ്ട്. അതിൽ ഒന്നിൽ 3 ഗ്രീനും 2 വൈറ്റ് ബോളും ഉണ്ട്. രണ്ടാമത്തേൽ 5 ഗ്രീനും 6 വൈറ്റ് ബോളും ഉണ്ട്. മൂന്നാമത്തേൽ 2 ഗ്രീനും 4 വൈറ്റ് ബോൾസും ഉണ്ട്. 1 ball is drawn from each urn. നമ്മൾ ഓരോ ഏണിനും ഓരോ ബോൾ സെലക്ട് ചെയ്യാണ്. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഡ്രോൺ ഔട്ട്. അപ്പോൾ നമ്മൾ 3 ബോളാണ് നമ്മുടെ കയ്യിലുണ്ടാവുക അല്ലേ? ഫൈനലി നമ്മുടെ കയ്യിൽ 3 ബോളായിരിക്കും ഉണ്ടാവുക. ഫസ്റ്റ് ഏണിന്നൊരു ബോൾ എടുക്കുന്നു, സെക്കൻഡ് ഏണിന്നൊരു ബോൾ എടുക്കുന്നു, തേർഡ് ഏണിന്നൊരു ബോൾ എടുക്കുന്നു. അപ്പം ഇത് ഈ എന്താണ് 1 ball is drawn. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഡ്രോൺ ഔട്ട്. അപ്പോൾ നമുക്ക് എങ്ങനെയൊക്കെ രീതിയിൽ വൈറ്റ് ബോൾസ് കിട്ടാമെന്ന്. നമുക്ക് ഈ ആദ്യമില്ലേ നമ്മൾ 3 ഏണിന്നും എടുക്കുന്നു. ഈ 3 ഏണിന്നും ബോൾ എടുക്കുന്നത് എന്താ? 3 വൈറ്റ് അല്ലാതിരിക്കാം. 3 നമുക്ക് ഗ്രീൻ കിട്ടാം അല്ലേ? 3 വൈറ്റ്. അപ്പം പിന്നെ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 0 ആക്കാം അല്ലേ? നമുക്ക് കിട്ടുന്ന നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 0 ആക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ എല്ലാം ഗ്രീനാണ് കിട്ടുന്നത്. പിന്നെ ഏതെങ്കിലും ഒരു ഏണിന്ന് നമുക്കൊരു വൈറ്റ് ബോൾ കിട്ടും, ബാക്കിയൊക്കെ ഗ്രീൻ എന്ന് വെച്ചാൽ അപ്പം നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 1 കിട്ടാം. അതുപോലെ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 2 കിട്ടിക്കൂടെ? 2 ഏണിന്ന് വൈറ്റ് ബോൾ കിട്ടുന്നു, മൂന്നാമത്തേന്ന് ഗ്രീൻ. അതുപോലെ എല്ലാ ഏണിന്നും വൈറ്റ് ബോൾ കിട്ടാം അല്ലേ? അപ്പം നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് 3 ആവാം. അപ്പോൾ നമുക്ക് എക്സ് എന്ന് പറയാം. എക്സ് ഇപ്പോൾ എടുക്കുന്നത് നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂസ് 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം. അപ്പം ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് ഡ്രോൺ ഔട്ട് ക്യാൻ ബി 0 1 2 3. അപ്പം ഇതിൽ എന്താണ്? 0 ആകാം, 1 ആകാം, 2 ആകാം, 3 ആകാം. അപ്പോൾ നമുക്ക് അതിൻ്റെ കറസ്പോണ്ടിങ് പ്രോബിലിറ്റീസിനെ P0, P1, P2 അങ്ങനെ P3 എന്ന് നോട്ട് ചെയ്യാം. ബി ദ പ്രോബിലിറ്റീസ് ഓഫ് ഡ്രോയിങ് 0 1 2 3 വൈറ്റ് ബോൾസ് റെസ്പെക്റ്റീവ്ലി. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് P0 കണ്ടുപിടിക്കാം. P0 എന്ന് പറഞ്ഞാൽ ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ഓൾ ദ 3 ഗ്രീൻ ബോൾസ്. നമുക്ക് വൈറ്റ് ബോൾസ് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ എടുക്കുന്നതൊക്കെ ഗ്രീൻ ബോൾസ് ആയിരിക്കും. ഫസ്റ്റ് ഏണിന്ന് എടുക്കുന്ന ഗ്രീൻ ബോൾ ആയിരിക്കും, സെക്കൻഡ് ഏണിന്ന് എടുക്കുന്ന ഗ്രീൻ ബോൾ ആയിരിക്കും, തേർഡ് വണ്ണും ഗ്രീൻ ആയിരിക്കും. അപ്പം എന്താണ് ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് ഓൾ ദ 3 ഗ്രീൻ ബോൾസ്. ഫസ്റ്റ് ഏണിന്ന് ഗ്രീൻ ബോൾ എടുക്കാനുള്ള പ്രോബിലിറ്റി എന്താണ്? ഫസ്റ്റ് ഏണിന്ന് 3 ഗ്രീൻ ബോളാണ്, 2 വൈറ്റ് ബോൾ. അപ്പോൾ ടോട്ടൽ 5 ബോൾസ് ഉണ്ട്, അതിൽ 3 ഗ്രീൻ ബോൾ ഉണ്ട്. അപ്പോൾ 3/5. സെക്കൻഡ് ഏണിൽ 5 ഗ്രീൻ ബോൾസ് ഉണ്ട്, 6 വൈറ്റ് ബോൾസ് ഉണ്ട്, ടോട്ടൽ 11 ബോൾസ് ഉണ്ട്, അതിൽ 5 ഗ്രീൻ. അപ്പോൾ 5/11. രണ്ടാമത്തിൽ 2 ഗ്രീനാണ്, ടോട്ടൽ 6 ബോൾസ്, അപ്പോൾ 2/6. ഫൈനലി P0 1/11 വരും. P1 എന്ന് പറയുന്നത് എന്താണ്? ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ദ ഫസ്റ്റ് ഏൺ. P1 പ്രോബിലിറ്റി ഡ്രോയിങ് എ വൈറ്റ് ബോൾ ഫ്രം ദ അതെന്ന് P1 എന്ന് പറയുന്നത് എന്താണ്?
ഒറ്റ വൈറ്റ് ബോൾ കിട്ടാനുള്ള ചാൻസ്. ആ വൈറ്റ് ബോൾ എന്താണ്, ഫസ്റ്റ് ഏണെന്നാവാം, സെക്കൻഡ് ഏണെന്നാവാം, തേർഡ് ഏണെന്നാവാം. അപ്പോൾ ദ പ്രോബിലിറ്റി ഓഫ് ഡ്രോയിങ് എ വൈറ്റ് ബോൾ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഏണെന്നാണ് വൈറ്റ് ബോൾ കിട്ടുന്നതെങ്കിൽ എങ്ങനെയാണ് എടുക്കുക? ആദ്യത്തെ ഏണെന്നാണെങ്കിൽ നമുക്ക് ആ വൈറ്റ് ബോൾ കിട്ടുന്നതെങ്കിൽ അത് 2/5 ഇൻറ്റു 5. പിന്നെ ആദ്യത്തെ ഏണെന്ന് വൈറ്റ് ബോൾ, പിന്നത്തെ ഏണെന്ന് ഗ്രീന്. നമുക്ക് ഒറ്റൊരു വൈറ്റ് ബോളേ ആകെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തെ ഏണെന്നാണ് എടുക്കുന്നതെങ്കിൽ ആദ്യത്തെ ഏണെന്ന് വൈറ്റ് ബോൾ 2/5, രണ്ടാമത്തേന്ന് ഗ്രീൻ എന്ന് വെച്ചാൽ 5/11, മൂന്നാമത്തേന്ന് ഗ്രീൻ 2/6 പ്ലസ് പിന്നെ നമ്മൾ രണ്ടാമത്തെ ഏണെന്നാണ് അത് കിട്ടുന്നതെങ്കിൽ ആ 3 ഇതും കൺസിഡർ ചെയ്യണം. രണ്ടാമത്തേന്നാണ് കിട്ടുന്നതെങ്കിൽ ആദ്യത്തേന്ന് 3/5, രണ്ടാമത്തെ 6/11, മൂന്നാമത്തേന്ന് ഗ്രീന് എന്ന് വെച്ചാൽ 2/6. പിന്നെ നമ്മൾ ലാസ്റ്റ് ഏണെന്നാണ് കിട്ടുന്നതെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇതെന്ന് എടുക്കുന്നത് എന്താണ്, ഗ്രീൻ ആയിരിക്കണം. 3/5 ഇൻറ്റു 5/11 ഇൻറ്റു 4/6. ഫൈനലി അത് കിട്ടുന്നത് എന്താണ്, P1 58/165. ഇനി P2 എന്ന് പറഞ്ഞാൽ എന്താണ്, 2 ആവുന്ന കേസ്, 2 വൈറ്റ് ബോൾ വരുന്ന കേസിൽ. അപ്പോൾ അവിടെ നിങ്ങൾ ഇതുപോലെ എടുക്കുകയാണെങ്കിൽ എനിക്ക് P2 68/165 കിട്ടും. P3 എന്ന് പറഞ്ഞാൽ എല്ലാം വൈറ്റ് ബോൾ ആവുന്നത് എന്ന് വെച്ചാൽ 3 ഏണെന്ന് നമ്മൾ വൈറ്റ് ബോൾ എടുക്കുന്നു, അത് 8/55. എക്സ്പെക്റ്റേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? എക്സും വിത്ത് കറസ്പോണ്ടിങ് പ്രോബിലിറ്റി. എക്സ് എന്ന് പറയുന്നത് 0 ആകുമ്പം പ്രോബിലിറ്റി എന്താണ്, 1/11. 0 × 1/11 പ്ലസ് 1 ആകുമ്പോൾ പ്രോബിലിറ്റി 58/165. 1 × 58/165 പ്ലസ് 2 × 68/165. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ 1.6 കിട്ടും. പിന്നെ എ റാൻഡം വേരിയബിൾ എക്സ് ടേക്സ് ദ വാല്യൂസ് xi - 1 all power i into 2^i/i with the probability pi equal to 2^-i. ഫൈൻഡ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ്. ഇത് എന്താണ്, ഒരു ഡിസ്ക്രീറ്റ് റാൻഡം വേരിയബിൾ ആണ്. സോ എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ത് വരും, സമ്മേഷൻ xi × pi. xi എന്താണ്, -1 all power i into 2i/i ഇൻറ്റു പ്രോബിലിറ്റി 2^-i. 2^-iയും 2^-i ചേർന്ന് 2^0 വരും, അത് 1 ആണ്. പിന്നെ ഇത് വരും സമ്മേഷൻ -1 all power i/i വരും. അത് നമ്മൾ വാല്യൂസ് കൊടുക്കുമ്പോൾ -1 + 1/2 -1/3 ഇങ്ങനെ ഓൾട്ടർനേറ്റീവ് ആയി പ്ലസ് ഓർ മൈനസ് വരും. ഇതിൻ്റെ ഈ സീരീസ് എന്ന് പറയുന്നത് -log2ൻ്റെ സീരീസാണ്. ഈ ക്വസ്റ്റ്യൻ നോക്കുക. എ റാൻഡം വേരിയബിൾ എക്സ് ആസ് ദ PDF f of x equal to 6x into 1 minus x 0 less than or equal to x less than or equal to 1 f of x equal to 0 elsewhere. Find the mean deviation about the mean. മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സോ അതുകൊണ്ട് നമുക്ക് ആദ്യം മീൻ കണ്ടുപിടിക്കണം, എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എക്സ് ഇൻറ്റു f of x ds ഒരു കണ്ടിന്യൂസ് റാൻഡം വേരിയബിൾ ആണ്. സോ ഈ ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓവർ എക്സിൻ്റെ റേഞ്ച് എവിടെയാണ്, 0 to 1 ആണ്. ഇൻ്റഗ്രൽ 0 to 1 x ഇൻറ്റു 6x ഇൻറ്റു 1 minus x. അതിങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1/2 കിട്ടും. അപ്പോൾ മീൻ ഡീവിയേഷൻ അബൌട്ട് ദ മീൻ എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ആണ്. എന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് മോഡ് എക്സ് മൈനസ് 1/2 എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ ഓവർ എക്സ് മോഡ് എക്സ് മൈനസ് 1/2 f of x dx. എക്സിൻ്റെ റേഞ്ച് 0 to 1 മോഡ് എക്സ് മൈനസ് 1/2 6x ഇൻറ്റു 1 minus x dx. ഇവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം, മോഡുലസ് ആയതുകൊണ്ട് നമ്മൾ ആ മോഡുലസ് ഏത് പോയിൻ്റാണ്, 1/2 അല്ലേ. മോഡുലസ് എക്സ് മൈനസ് 1/2. അപ്പോൾ അതിൽ സ്പ്ലിറ്റ് ചെയ്യണം നമ്മൾ. 0 to 1/2 നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. 0 to 1/2 മോഡ് എക്സ് മൈനസ് 1/2 6x ഇൻറ്റു 1 minus x dx പ്ലസ് ഇൻ്റഗ്രൽ 1/2 to 1 മോഡ് എക്സ് മൈനസ് 1/2 6x ഇൻറ്റു 1 minus dx. ഹിയർ ദ റേഞ്ച് ഓഫ് ദ ഇൻ്റഗ്രൽ is split into 2 ranges so that in the first range x is less than 1/2. ഫസ്റ്റിൽ x less than 1/2 ആണ്. ആൻഡ് ഇൻ ദ സെക്കൻഡ് റേഞ്ച് x is greater than 1/2. ഹെൻസ് ഇൻ ദ റേഞ്ച് 0 to 1/2 ഈ ഒരു റേഞ്ചിൽ 0 to 1/2 എക്സ് മൈനസ് 1/2ൻ്റെ വാല്യൂ നെഗറ്റീവ് ആയിരിക്കും. എക്സ് മൈനസ് മോഡുലസ് ഓഫ് എക്സ് മൈനസ് 1/2 നെഗറ്റീവ് ആയിരിക്കും. സോ എന്താണ് നമുക്ക് നെഗറ്റീവ് ഓഫ് എക്സ് മൈനസ് 1/2 എങ്ങനെ എഴുതാം, 1/2 മൈനസ് എക്സ് എന്ന് എഴുതാം. ആൻഡ് ഇൻ ദ റേഞ്ച് 1/2 to n എന്താണ് എക്സ് മൈനസ് 1/2 തന്നെയായിരിക്കും, വാല്യൂ പോസിറ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ കൊടുത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം മീൻ ഡീവിയേഷൻ അബൌട്ട് മീൻ എന്ന് പറയുന്നത് 3/16 കിട്ടും.
അടുത്തത് എക്സാമ്പിൾ 3. ഇഫ് എക്സ് ഇസ് എ റാൻഡം വേരിയബിൾ ഹാവിംഗ് ദ PDF f of x ഈക്വൽ ടു q റൈസ് ടു x മൈനസ് 1 ഇൻറ്റു p പ്ലസ് q ഈക്വൽ ടു 1 ആണ്. ഫൈൻഡ് NGF ആൻഡ് ഹെൻസ് ഫൈൻഡ് ഇറ്റ്സ് മീൻ ആൻഡ് വേരിയൻസ്. അപ്പോൾ നമ്മൾ MX ഓഫ് ടിയുടെ ഇക്വേഷൻ എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് e റൈസ് ടു TX ആണ്. ഇത് സമ്മേഷൻ e റൈസ് ടു TX f of x. സമ്മേഷൻ e റൈസ് ടു TX f of x എന്താണ്? q റൈസ് ടു x മൈനസ് 1 p. അപ്പോൾ നമുക്ക് ഒരു p/q ഔട്ട് സൈഡ് എടുക്കാം. p/q സമ്മേഷനായി ഫ്രം 1 ടു ഇൻഫിനിറ്റി q e റൈസ് ടു t ഓൾ പവർ x. എന്നിട്ട് നമ്മൾ എക്സ്പാൻഡ് ചെയ്യാണ്. p/q q e റൈസ് ടു t പ്ലസ് q e റൈസ് ടു t ഓൾ പവർ 2 ഇങ്ങനെ വരും. ഈ എന്താണ് ബ്രാക്കറ്റിനുള്ളിൽ നിന്ന് നമുക്ക് ഒരു q e റൈസ് ടു tനെ ഔട്ട് സൈഡ് എടുക്കാം. p/q ഇൻറ്റു q e റൈസ് ടു t 1 പ്ലസ് q e റൈസ് ടു t പ്ലസ് q e റൈസ് ടു t ഓൾ സ്ക്വയർ അങ്ങനെ വരും. അപ്പം ഈ ബ്രാക്കറ്റിലുള്ളതെന്ന് പറയുന്നത് 1 മൈനസ് q e റൈസ് ടു t ഓൾ പവർ മൈനസ് 1ൻ്റെ എക്സ്പാൻഷനാണ്. അപ്പോൾ നമ്മൾ ക്യൂവും ക്യാൻസൽ ചെയ്യും. ഇതിനെ നമുക്ക് ഈ ഒരു ഷോർട്ട് ഫോമിലോട്ട് എഴുതുമ്പോൾ p e റൈസ് ടു t ഇൻറ്റു 1 മൈനസ് q e റൈസ് ടു t ഓൾ പവർ മൈനസ് 1 എന്ന് വരും. p e റൈസ് ടു t ബൈ 1 മൈനസ് q e റൈസ് ടു t എന്ന് വരും. ടു ഫൈൻഡ് നമുക്കറിയാം മീനും വേരിയൻസും കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? മീൻ എന്ന് പറയുന്നത് എന്താണ്? μ1' ആണ്. അത് കണ്ടുപിടിക്കാൻ നമുക്ക് MX ഓഫ് ടീനെ വിത്ത് റെസ്പെക്ട് ടു t ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് t ഈക്വൽ ടു 0 കൊടുത്താൽ മതി. MX ഓഫ് t എന്ന് പറയുന്നത് എന്താണ്? p e റൈസ് ടു t ബൈ 1 മൈനസ് q e റൈസ് ടു t. ഇത് നമുക്ക് ഇങ്ങനെ എഴുതാം, p ബൈ e റൈസ് ടു മൈനസ് t മൈനസ് q. അപ്പോൾ dmx ഓഫ് t ബൈ dt ചെയ്യാം. ചെയ്ത് കിട്ടുന്നതിൽ t ഈക്വൽ ടു 0 കൊടുക്കുമ്പോൾ നമുക്ക് മീന് 1/p കിട്ടും. അതെന്ന് വെച്ചാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? എന്ന് വെച്ചാൽ μ2' കിട്ടാൻ 2 വട്ടം ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് t ഈക്വൽ ടു 0 കൊടുത്താൽ മതി. അപ്പോൾ മീൻ μ1' 1/p കിട്ടി. എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ 1 പ്ലസ് q ബൈ p സ്ക്വയർ കിട്ടി. എന്നുവെച്ചാൽ μ2'. വേരിയൻസ് ഇപ്പോൾ μ2 എന്ന് പറയുന്നത് μ2' മൈനസ് μ1' ഓൾ സ്ക്വയർ എന്ന് പറയുന്നത് q ബൈ p സ്ക്വയർ കിട്ടും. അടുത്ത എക്സാമ്പിൾ 4. ലെറ്റ് x ബി എ റാൻഡം വേരിയബിൾ വിത്ത് ഫോളോയിങ് ഡിസ്ട്രിബ്യൂഷൻ. എക്സുകൾ തന്നിട്ടുണ്ട്, കറസ്പോണ്ടിങ് പ്രോബബിലിറ്റീസ് തന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻസ് ആയിരിക്കും ഡിസ്ക്രീറ്റ് ആയതുകൊണ്ട്. അങ്ങനെയാണെങ്കിൽ ഇഫ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ഈക്വൽ ടു 3.1, എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ ഈക്വൽ ടു 12.1, ഫൈൻഡ് p1 p2 p3. നമുക്കറിയാം ഇത് പ്രോബബിലിറ്റി മാസ് ഫംഗ്ഷൻ ആയതുകൊണ്ട് ഈ പ്രോബബിലിറ്റീൻ്റെ സമ്മ് 1 ആയിരിക്കും. സമ്മേഷൻ pi ഈക്വൽ ടു 1. അത് കൊടുക്കുമ്പം നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ഇക്വേഷൻ നമ്പർ 1 p1 പ്ലസ് p2 പ്ലസ് p3 ഈക്വൽ ടു 0.55 എന്ന്. നൗ എക്സ്പെക്റ്റേഷൻ ഓഫ് x ഈക്വൽ ടു 3.1 ആണെന്നറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് x എങ്ങനെ കണ്ടുപിടിക്കാം? 0 ഇൻറ്റു 1/2 പ്ലസ് 1 ഇൻറ്റു p1 പ്ലസ് 2 ഇൻറ്റു 1 എന്ന് വെച്ചാൽ റാൻഡം വേരിയബിളും കറസ്പോണ്ടിങ് പ്രോബബിലിറ്റി മൾട്ടിപ്ലൈ ചെയ്യാം, എന്നിട്ട് ഫൈനലി ആഡ് ചെയ്യാം. അതെന്താണ്? 3.1 ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ഷോർട്ടാക്കി എഴുതുമ്പം p1 പ്ലസ് 3p2 പ്ലസ് 4p3 പ്ലസ് 2/5 പ്ലസ് 1/2 പ്ലസ് 3/5 ഈക്വൽ ടു 3.1 കിട്ടും. നമ്മളൊന്നും കൂടെ ചുരുക്കി എഴുതുമ്പം p1 പ്ലസ് 3p2 പ്ലസ് 4p3 ഈക്വൽ ടു 1.6 എന്ന് വരും. അതുപോലെ എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ 12.1 ആണെന്നറിയാം. എക്സ്പെക്റ്റേഷൻ ഓഫ് x സ്ക്വയർ എങ്ങനെ കണ്ടുപിടിക്കാം? ഈ റാൻഡം എക്സിൻ്റെ സ്ക്വയേഴ്സ് എടുക്കുക. എക്സ് എന്ന് പറയുന്ന റാൻഡം വേരിയബിളിൻ്റെ എല്ലാം സ്ക്വയർ എടുക്കുക. 0ൻ്റെ സ്ക്വയർ 0, 1ൻ്റെ സ്ക്വയർ 1, 2ൻ്റെ സ്ക്വയർ 4. അങ്ങനെ എന്ത് ചെയ്യാം? x സ്ക്വയർ ഇൻറ്റു p ഓഫ് x ചെയ്യാം. 0 സ്ക്വയർ ഇൻറ്റു 1/2 പ്ലസ് 1 സ്ക്വയർ ഇൻറ്റു p1, 2 സ്ക്വയർ ഇൻറ്റു 1/5 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു p2 അങ്ങനെ ചെയ്യാം. അത് ഈക്വൽ ടു 12.1 എന്നറിയാം. അത് കൂടെ നമ്മൾ എന്താണ് ചുരുക്കി എഴുതുമ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 3 കിട്ടും. അപ്പോൾ നമുക്കിപ്പോൾ 3 ഇക്വേഷൻസ് കിട്ടി. ഇക്വേഷൻ നമ്പർ 1, 2, 3. 3 ഇക്വേഷനും 3 അൺനോൺസും ആണുള്ളത്. സോ നമുക്ക് p1 p2 p3 കണ്ടുപിടിക്കാം. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. എന്നിട്ട് p2 നമുക്ക് 0.3 കിട്ടും, p1 0.1 കിട്ടും, p3 0.15 കിട്ടും. അടുത്ത ഫോർ എ റെക്ടാങ്കുലർ ഡിസ്ട്രിബ്യൂഷൻ f of x ഈക്വൽ ടു 1/2a, x ranges from -a to a. Show that μ2r ഈക്വൽ ടു a raised to 2r by 2r plus 1 ആണ്. μ2r a raised to 2r by 2r plus 1 ഷോ ചെയ്യണം. We know that μ2r എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് x മൈനസ് എക്സ്പെക്റ്റേഷൻ ഓഫ് x ഓൾ പവർ 2r എന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് x കണ്ടുപിടിക്കണം. എക്സ്പെക്റ്റേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ ഇൻ്റഗ്രൽ f of x ഇൻറ്റു f of x dx. ഇൻ്റഗ്രൽ -a to a x ഇൻറ്റു f of x എന്താ 1/2a dx. 1/2a ഔട്ട് സൈഡ് എടുക്കാം. പിന്നെ x സ്ക്വയർ ആയിരിക്കും ഉണ്ടാവുക. x സ്ക്വയറിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം എക്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പം x സ്ക്വയർ ബൈ 2 കിട്ടും. ഓവർ -a to a ഈക്വൽ ടു 0. എക്സ്പെക്റ്റേഷൻ x 0 ആണ്. എന്നുവെച്ചാൽ നമുക്ക് ഇവിടെ എന്താണ് ഈ ലിമിറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് 0 കിട്ടും.
നമുക്കിനി മ്യൂ ടു ആർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മുടെ ഈ മ്യൂ ടു ആർ ഈക്വൽ ടു എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾ പവർ 2r എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് 0 ആണ്. നമുക്കപ്പോൾ മ്യൂ ടു ആറിനെ എങ്ങനെ എഴുതാം? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു 2r സിൻസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഈക്വൽ ടു 0. അപ്പോൾ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് റേസ് ടു 2r എങ്ങനെ കണ്ടുപിടിക്കും? ഇൻ്റഗ്രൽ ഓവർ -a എക്സ് റേസ് ടു 2r ഇൻറ്റു 1/2a dx. 1/2a ഔട്ട് സൈഡ് എടുക്കാം. ഇൻ്റഗ്രൽ ഓവർ -a എക്സ് റേസ് ടു 2r dx. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1/2a എക്സ് റേസ് ടു 2r പ്ലസ് 1/2r പ്ലസ് 1 ഓവർ -a ടു a. നമ്മൾ ഏത് ലിമിറ്റ് കൊടുക്കുമ്പോൾ ഫൈനലി എന്ത് വരും? a റേസ് ടു 2r പ്ലസ് 1 വരും. ലെറ്റ് എക്സ് ബി എ റാൻഡം വേരിയബിൾ വിത്ത് PMF തന്നിട്ടുണ്ട്. ഫൈൻഡ് ദ എക്സ്പെക്റ്റഡ് വാല്യൂ ഓഫ് y എന്ന് പറയുന്നത് x-1 ആണ്. അപ്പോൾ നമ്മൾ ഇവിടെ എക്സുകൾ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗിവൺ y ഈക്വൽ ടു x-1 അപ്പോൾ നമ്മൾ a-b ഫോമിൽ നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പം x² - 2x + 1 വരും. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് y എന്ന് പറയുന്നത് എന്താണ്? എക്സ്പെക്റ്റേഷൻ ഓഫ് x² - 2 എക്സ്പെക്റ്റേഷൻ ഓഫ് x + 1. നമ്മളോട് എക്സ്പെക്റ്റേഷൻ ഓഫ് y അല്ല കണ്ടുപിടിക്കാൻ പറഞ്ഞേ. അതിന് നമുക്ക് ആദ്യം എക്സ്പെക്റ്റേഷൻ ഓഫ് y ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ ഓഫ് x² - 2 ഇൻറ്റു എക്സ്പെക്റ്റേഷൻ ഓഫ് x + 1 ആണ്. അപ്പോൾ എക്സ്പെക്റ്റേഷൻ ഓഫ് x² എക്സ്പെക്റ്റേഷൻ ഓഫ് x ഉണ്ടെങ്കിൽ എക്സ്പെക്റ്റേഷൻ ഓഫ് y കണ്ടുപിടിക്കാം. എക്സ്പെക്റ്റേഷൻ ഓഫ് x² എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മേഷൻ x² ഇൻറ്റു pi. അതെങ്ങനെ കണ്ടുപിടിക്കും? 0² ഇൻറ്റു 1/3 പ്ലസ് 1² ഇൻറ്റു 1/2 2² ഇൻറ്റു 1/4 3² ഇൻറ്റു 1/8 എന്ത് കിട്ടും? 43/24. എക്സ്പെക്റ്റേഷൻ ഓഫ് x എന്ന് പറഞ്ഞാൽ സമ്മേഷൻ xi ഇൻറ്റു pi. അത് 23/24 കിട്ടും. ഈ ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് y 21/24 കിട്ടും. എക്സാമ്പിൾ 17. ഇഫ് f of x ഈക്വൽ ടു k e raised to minus mod x minus infinity less than x less than infinity is the PDF of a random variable x. Find k, second mean, 3 standard deviation, 4 NGF. We know that for a PDF ഒരു പ്രോബിലിറ്റി ഡെൻസിറ്റി ഫംഗ്ഷൻ്റെ കേസിൽ അതിനെ അതിൻ്റെ റേഞ്ചിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 1 ആണ് കിട്ടുക. -infinity to infinity f of x dx equal to 1. -infinity to infinity k into e raised to minus mod x dx equal to 1. ഇവിടെ നമ്മൾ 0യിൽ നമ്മൾ എന്താണ് സ്പ്ലിറ്റ് ചെയ്യാണ്. -infinity to infinity 0 k ഇൻറ്റു ഇ റേസ് ടു. ഈ മോഡ് എക്സ് എന്ന് പറയുന്നത് -infinity to 0ൻ്റെ ഇടയിൽ നെഗറ്റീവാണ് മോഡ് എക്സിൻ്റെ വാല്യൂ. അപ്പം മൈനസ് ഓഫ് -x എന്ത് വരും? എക്സ് വരും dx. പ്ലസ് 0 to ഇൻഫിനിറ്റിയിൽ മോഡ് എക്സിൻ്റെ വാല്യൂ എന്താണ്? പോസിറ്റീവാണ്. -x വരും. അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഫൈനലി k ഈക്വൽ ടു 1/2 കിട്ടും. മീൻ എങ്ങനെ കണ്ടുപിടിക്കുക? എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് ഇൻ്റഗ്രൽ x ഇൻറ്റു f of x dx. x ഇൻറ്റു 1/2 e raised to minus mod x dx വരും. ഇതും ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതി കഴിയുമ്പോൾ നമുക്ക് എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് 0 വരും. വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് x² - എക്സ്പെക്റ്റേഷൻ ഓഫ് x ഹോൾ² ആണ്. എക്സ്പെക്റ്റേഷൻ ഓഫ് എക്സ് നമുക്ക് 0 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എക്സ്പെക്റ്റേഷൻ ഓഫ് x² ആണ്. അതും ഇതുപോലെ കണ്ടുപിടിക്കുക. നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, 2 കിട്ടും. സോ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഓഫ് എക്സ് എന്ന് പറയുന്നത് √2 ആണ്. ഇനി mx ഓഫ് ടി എന്ന് പറഞ്ഞാൽ എക്സ്പെക്റ്റേഷൻ ഓഫ് e raised to dx ആണ്. എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ e raised to dx f of x dx. -infinity to infinity e raised to dx 1/2 e raised to minus mod x dx. അപ്പോൾ ഇവിടെ e raised to txഉം വരുന്നുണ്ട്, e raised to minus mod xഉം വരുന്നുണ്ട്. സോ 1/2 ഔട്ട് സൈഡ് എടുക്കുക. നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുക. -infinity to 0 0 to ഇൻഫിനിറ്റിയിൽ. -infinity to 0യിൽ മോഡ് എക്സിൻ്റെ വാല്യൂ എന്താണ്? നെഗറ്റീവാണ്. അപ്പം -x ആണ്. അപ്പോൾ മൈനസ് ഇൻറ്റു -x എക്സ് വരും. 0 to ഇൻഫിനിറ്റിയിൽ മോഡ് എക്സിൻ്റെ വാല്യൂ പോസിറ്റീവാണ്, x ആണ്. സോ മൈനസ് മോഡ് എക്സ് എന്ന് പറയുന്നത് -x വരും. ഇത് നമുക്ക് ചെയ്ത്